അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വര എന്നേക്കും ആമേൻ. 2 Thessalonians 1:3. നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങൾ ഏവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. തെസ്സലോനിക്ക സഭയിലെ വിശ്വാസ വളർച്ച ഉണ്ടായ കാര്യം പറയണേ. ഇപ്പൊ അവര് സഹോദര സ്നേഹം വർദ്ധിച്ചു അവരില്ലേ. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ സഹോദര സ്നേഹം വർദ്ധിച്ചെന്നല്ല പറയണത്. പത്രോസ് ഇന്നലെ പറഞ്ഞില്ലേ, വിശ്വാസത്തെ സുഹൃതം കൊണ്ട് സുഹൃതത്തെ, ജ്ഞാനം കൊണ്ട് ജ്ഞാനത്തെ, ആത്മസമയം കൊണ്ട് ആത്മസമയത്തെ, ക്ഷമ കൊണ്ട് ക്ഷമയെ, നന്മ കൊണ്ടും ക്ഷമയെ, സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവികൊണ്ടും പരിപൂർണമാക്കാൻ പറയുന്ന കൂട്ടത്തിലുള്ള സഹോദര സ്നേഹം ഉപവിക്ക് മുമ്പുള്ളതാണ്. അതാണ് ഈ പൗലോസ് പറയണത്. വിശ്വാസം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ പറയും, വിശ്വാസം സമൃദ്ധമായി വളർന്നുകൊണ്ട് പരസ്പര സ്നേഹം അപ്പോൾ അവർക്ക് പരസ്പര സ്നേഹം വർദ്ധിച്ചു. അതിന് പൗലോസ് അപ്പോസ്തലൻ സ്നേഹം വർദ്ധിച്ചെന്നല്ല പറയണത്, വിശ്വാസം വർദ്ധിച്ചെന്നാണ് പറയണത്. അപ്പോൾ വിശ്വാസ വർദ്ധനവ് എന്ന് പറയണത് എൻ്റെ സംസ്കരിക്കപ്പെട്ട സമൃദ്ധമായ രൂപങ്ങളിലൊന്നാണ് പരസ്പര സ്നേഹം എന്ന് പറയുന്നത്. പലരും പരസ്പര സ്നേഹം ഉണ്ടായിട്ട് അവസാനം തല്ലിയാണ് പിരിയണത്. ഒരു കാലത്ത് നഖവും മാംസം പോലെ ഒരേ പാത്രത്തിൽ ഊണ് കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കോടതിയിൽ പോയി നിരങ്ങണ കണ്ടിട്ടില്ലേ. അതായത് എന്ത് സ്നേഹമായാലും ഈ മനുഷ്യന്മാർക്കൊക്കെ ഭയങ്കര അപൂർണതയാണ്. കാര്യം നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ അസസ് ചെയ്യും.